ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ശ്രദ്ധിക്കടാ, എന്താണ് ടോർക്ക്, എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ്? ടോർക്ക് എന്താന്നുള്ളത് മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. ശ്രദ്ധിക്കാം. എടാ, നമ്മൾ ലീനിയർ മോഷനിൽ ഫോഴ്സ് ഉപയോഗിക്കും. ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കും. എന്തിനാ? ഒരു ബോഡിക്ക് ലീനിയർ ആക്സിലറേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ശരിയല്ലേ? സോ ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ റൊട്ടേഷണൽ മോഷൻ, കറങ്ങണ മോഷൻ, ഈ ചാപ്റ്ററിൽ അധികം ഫുള്ള് കറങ്ങണ കാര്യങ്ങൾ ഉണ്ടാവുക കേട്ടോ. സോ റൊട്ടേഷണൽ മോഷനിൽ ശ്രദ്ധിക്കടാ, നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്, ഫോഴ്സിന് പകരം ഉപയോഗിക്കുന്ന ആളാണ് ടോർക്ക്. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ടോർക്ക് ഉണ്ടാക്കൽ ഫോഴ്സ് ആണ്. റൊട്ടേഷണൽ മോഷനിൽ ഒരു ബോഡി കറങ്ങണമെങ്കിൽ, ലീനിയർ മോഷനിൽ ഒരു ബോഡിക്ക് ട്രാൻസ്ലേറ്ററി മോഷൻ ഉണ്ടാവണമെങ്കിൽ, ഒരു ബോഡി നീങ്ങണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. ഇനി റൊട്ടേഷൻ മോഷനിൽ ഒരു ബോഡി കറങ്ങണമെങ്കിൽ എന്ത് വേണം? ടോർക്ക് വേണം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് ശരിക്കും എന്ത് പറഞ്ഞാൽ ടോർക്ക്. അങ്ങനെ പറഞ്ഞാൽ ലീനിയർ മോഷനിൽ ഫോഴ്സിന് പകരം, ഓക്കെ, ലീനിയർ മോഷനിൽ ഫോഴ്സിന് പകരം റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ആളാണ് മക്കളെ ആര്? ടോർക്ക്. സോ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ആണ് മക്കളെ എന്ത്? ടോർക്ക്. ക്ലിയർ ആയോ? ചിലപ്പോൾ ചോദിക്കാം, എന്ത്? ഡാഷ് ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സിന്റെ റൊട്ടേഷണൽ മോഷനിൽ ഉപയോഗിക്കുന്ന ആൾ ആരാണ്? ടോർക്കാണ്. ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ, നൗ ലിസൺ. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ശ്രദ്ധിക്കുക, ടോർക്ക് നമുക്ക് സിമ്പിൾ ആയി ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ദ റൊട്ടേറ്റിംഗ് ഓർ ട്വിസ്റ്റിംഗ് എഫക്ട് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ റൊട്ടേറ്റിംഗ് എഫക്ട് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടോർക്ക് എന്ന് വിളിക്കുക. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ ടോർക്കിന്. എന്താ മക്കൾ ഡെഫിനിഷൻ ഫോർ ടോർക്ക്? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഒന്നും മനസ്സിലായി ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക, ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. നന്നായിട്ട് ശ്രദ്ധിക്കുക മക്കളെ, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. ദാ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ഒരു ഡോർ കൺസിഡർ ചെയ്യണം. നന്നായി ഇമാജിൻ ചെയ്യണം. ഇത് ഡോറാന്ന് വിചാരിക്കുക, ഡോർ. ഓക്കെ, ഡോർ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഡോർ ഇങ്ങനെയല്ലേ ഡോറിനെ കാണിക്കുക അല്ലേ? ഇവിടെ ഇങ്ങനെ ആക്സിസ് ഉണ്ടാവും, എന്നിട്ട് ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെ ഡോറിന്റെ ഇത് അതിന്റെ പിടിയാണെങ്കിൽ ഇത് പിടിച്ച് ഇങ്ങനെ തുറക്കൂലേ നമ്മള്? അപ്പൊ ഡോർ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുറക്കും ലൈക്ക് ദിസ്. ഇത് ഇങ്ങനെ ആവും. ശരിയല്ലേ? ഓക്കെ, ഞാൻ ഈ ഡോറിന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഒരു ലൈൻ അല്ലേ കാണുക? ഈ ലൈൻ മാത്രല്ലേ കാണുക? ആ ലൈനാ അത്. ക്ലിയർ ആവുണ്ടോ മക്കളെ? റെഡി? ഓക്കെ, ഞാൻ ഈ ഡോറിന്റെ ഒരു എൻഡിലേക്ക് ഇതാ ലൈക്ക് ദിസ് ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ലൈക്ക് ദിസ് ഒരു ഫോഴ്സ് ഞാൻ ഈ ഡോറിലേക്ക് ഈ രീതിയിൽ അപ്ലൈ ചെയ്യുന്നു, ഡോറിന്റെ എൻഡിലേക്ക്. ഇതാണ് ആക്സിസ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. ഓക്കെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നേരെ ഇവിടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് ഞാൻ മുകളിൽ നോക്കുമ്പോൾ എനിക്ക് ഈ രീതിയിലാണ് കാണാൻ പറ്റുക. ക്ലിയർ ആവുണ്ടോ മക്കളെ? നൗ ലിസൺ. അപ്പോൾ ഡോറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ലൈൻ ആയിട്ടാ കാണുക. ആ ലൈനാണ് ഈ യെല്ലോ ലൈൻ. ഓക്കെ, ആ ഡോറിന്റെ എൻഡിലേക്ക് നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഈ ഫോഴ്സ്. ഓക്കെ, നൗ ലിസൺ. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. നിങ്ങൾ ഡോർ തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഡോർ തുറക്കുന്ന സമയത്ത് ഈ ഡോറ് നിങ്ങൾ മുകളിൽ നിന്നാണ് നോക്കുന്ന ഡോറിന് കേട്ടോ. നോക്കിയേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ലൈക്ക് ദിസ്. ഇങ്ങനെയല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഇത് റൊട്ടേഷൻ ഉണ്ടാവും അല്ലേ? സോ ദിസ് ഡോർ വിൽ റൊട്ടേറ്റ് അബൌട്ട് ദിസ് ആക്സിസ്. ഈ ആക്സിസിൽ നിന്നുകൊണ്ടാണ് ഡോറിന്റെ എന്ത് മക്കളെ? റൊട്ടേഷൻ മോഷൻ. ക്ലിയർ ആയല്ലോ? ഇതിൽ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആക്സിസ്. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ ലിസൺ മക്കളെ, ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഈ ഡോറിന്റെ ഈ എൻഡിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. നൗ ദ ഡെഫിനിഷൻ ഫോർ ടോർക്ക് ഈസ്, ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെഫിനിഷൻ പഠിക്കാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻറ്റു ബി. പ്രൊഡക്റ്റ് ഓഫ് സി ആൻഡ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? സി ഇൻറ്റു ഡി. ലൈക്ക് ദാറ്റ്. നൗ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ്, നമ്മൾ കൊടുത്ത ഫോഴ്സ്, ആൻഡ് പിന്നെ അടുത്ത ആരാണല്ലോ കേട്ടോ മക്കളെ? ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അടുത്ത ആള്. ഓക്കെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ മക്കള് ബേജാറല്ലേ? ഞാൻ പറഞ്ഞുതരാം. നോക്ക്,
പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അതാ പറയാൻ പോണത്. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ആൻഡ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. അതാരാ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ് മക്കളെ? ശ്രദ്ധിക്ക്, അത് ആരാന്നുള്ളത് നമുക്ക് നോക്കാം. ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിനെ നീട്ടി അങ്ങോട്ട് വരക്കുക. ക്ലിയർ ആവുണ്ടോ പറഞ്ഞത്? ഈ ഫോഴ്സിനെ നീട്ടി വരയ്ക്കുക. ഇതാണ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും അതുപോലെ പിന്നെ ആരും ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇതല്ലേ ആണ്. അപ്പൊ ഈ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സും ഈ ആക്സിസ് ഓഫ് റൊട്ടേഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അങ്ങനെ പറഞ്ഞാൽ ഈ ആക്സിസ് നിന്ന് ഈ ലൈൻ ഓഫ് ആക്ഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതാ മക്കളെ? അതൊരൊറ്റൊന്നേ വരക്കാൻ കഴിയുള്ളൂ, അതല്ലേ ഇത്? യെസ് ഓർ നോ? ക്ലിയർ? അങ്ങനെ വരക്കുന്ന സമയത്ത് നോക്കടാ, ഇത് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ? 90 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? ഓക്കെ. സോ ഇതൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ്. എന്തെന്ന് വിളിക്കുകയാണ്? എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇവിടെ വേണമെങ്കിൽ മാറ്റി എഴുതാം. എന്തെന്ന് എഴുതാം? എന്തെഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻടു എക്സ് ആണ് മക്കളെ. എന്തെന്ന് പറഞ്ഞാൽ? ടോർക്ക് എന്ന് പറഞ്ഞാൽ. ഇനി ആ എക്സ് എന്താന്നുള്ളത് അറിയണം മക്കളെ. ശ്രദ്ധിക്കുക, ഈ ആക്സിസ് നിന്ന് നിങ്ങളുടെ ഈ ഫോഴ്സിന്റെ അടുത്തേക്കുള്ള ഈ ഡിസ്റ്റൻസിന് ഞാൻ ആർ എന്ന് വിളിക്കുക. അതൊരു വെക്ടർ ആണ്, ആർ വെക്ടർ. ഇത് വെക്ടർ ആണ്, ഫോഴ്സ് വെക്ടർ. ഓക്കെ, ശരിക്കും ആർ എന്ന് പറഞ്ഞ, അപ്പൊ സപ്പോസ് നിങ്ങൾ ഇവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഡോറിന്റെ, അങ്ങനെയാണെങ്കിൽ ആക്സിസ് നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ വെക്ടർ ആണ് ആർ എന്ന് പറഞ്ഞാൽ. ഇനി മക്കളെ സപ്പോസ് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇവിടെയാണെങ്കിലോ, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ലൊക്കേഷൻ ഇവിടെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ ആറ് വരിക. കാര്യം ക്ലിയർ ആവുണ്ടതാ? റെഡി അല്ലേ? ഓക്കെ. നൗ ലിസൺ. അപ്പൊ ആറിന്റെ കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ആർ എടുത്ത കാര്യം എല്ലാവർക്കും ഓക്കെ ആണല്ലോ? സോ ലിസൺ. അപ്പൊ ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ ആക്സിസ് നിന്ന് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള എന്താണ്? വെക്ടർ ആണ് മക്കളെ. എന്ത്? ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഓക്കെ. അപ്പൊ ആർ ശരിക്കും നിങ്ങൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സ്ഥലം മാറുന്നതിനനുസരിച്ച്, അത് ആക്സിസിന്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ആർ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. നിങ്ങൾ ആക്സിസിൽ നിന്ന് അകന്നു പോകും തോറും എന്ത് കൂടും? ആർ വാല്യൂ കൂടും. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? ഓക്കെ. സോ ആർ വാല്യൂ പറഞ്ഞ ആക്സിസിൽ നിന്ന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഒരു വെക്ടർ ആണ് മക്കളെ ആർ വെക്ടർ. നൗ ലിസൺ, ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാണ്, ഈ ആർ വെക്ടർ ശരിക്കും ആർ വെക്ടർ ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വെക്ടർ ആണ്. ഫോഴ്സ് വെക്ടർ ഇങ്ങനെയാണ് അല്ലെ? അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് മക്കളെ തീറ്റ എന്ന് പറഞ്ഞാൽ. ആറും എഫും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് മക്കളെ എന്ത്? തീറ്റ. നൗ ലിസൺ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ അല്ലേ? അല്ലേ? ആണ്. ഇത് റൈറ്റ് ട്രയാംഗിൾ അല്ലേ? അല്ലേ? ആണ്. നൗ ലിസൺ, ഇനി ശ്രദ്ധിക്കടാ, ഇത് റൈറ്റ് ട്രയാംഗിൾ ആണ്. ആ റൈറ്റ് ട്രയാംഗിളിന് ഞാൻ സൈൻ തീറ്റ എടുക്കുന്നു. വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എക്സ് ആണ്, ഹൈപ്പോട്ടന്യൂസ് ആർ ആണ്. സോ മക്കളെ എന്താ വരിക? എക്സ് ബൈ ആർ വരും. ആറിന്റെ മാഗ്നിറ്റ്യൂഡ് മതി, സൈൻ തീറ്റയാണ് എടുക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എക്സ് ഈ ലെങ്ത് ബൈ ഈ ലെങ്ത് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഈ ലെങ്ത് പറഞ്ഞാൽ എന്താ? ആറിന്റെ മാഗ്നിറ്റ്യൂഡ്. സോ ഫ്രം ഹിയർ വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. നൗ എക്സ് വാല്യൂ ആർ സൈൻ തീറ്റ എന്നുള്ള കാര്യം മനസ്സിലായി. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ സൈൻ തീറ്റ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? ആർ ക്രോസ് എഫ് എന്ന് എഴുതാം. ആർ ക്രോസ് എഫ് എന്ന് അല്ലേ? എ ബി സൈൻ തീറ്റ അല്ലേ? എ ക്രോസ് ബി. ഓക്കെ. സോ വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് എഴുതാം. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ടോർക്ക് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാ ടോർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ ടോർക്ക് എന്ന് പറയുന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുക ആരൊക്കെയാണ്? ഒന്ന് ഫോഴ്സിനെ, രണ്ടാമതോ ആറ് പറഞ്ഞാൽ എന്താ? ആക്സിസ് നിന്ന് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള എന്താണ്? ഡിസ്റ്റൻസ് ആണ് ശരിക്കും ആറ് എന്ന് പറഞ്ഞാൽ. അതായത് ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക ഒന്ന് ഫോഴ്സും, രണ്ടാമത്തെ എന്താണ്? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഡോറിന്റെ ഈ എക്സ്ട്രീം എൻഡ്
എൻഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഡോറിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറി, അതായത് എങ്ങോട്ടേക്ക് മാറി, നിങ്ങൾ ആക്സിസിന്റെ അടുത്തേക്ക് പോയിട്ട്, ഇതാണ് നമ്മളുടെ റൊട്ടേറ്റിംഗ് ആക്സിസ്, ഇതാണ് റൊട്ടേറ്റിംഗ് ആക്സിസ്, ഈ ആക്സിസിന്റെ അടുത്ത് ഫോഴ്സ് കൊടുക്കുമ്പോഴാണോ, ഇവിടെ ഫോഴ്സ് ഞാൻ കൊടുത്തു, എഫ് ഫോഴ്സ് കൊടുത്തു, ഇത് എ എന്ന പോയിന്റ് ആയിക്കോട്ടെ, ഇത് ബി എന്ന പോയിന്റ് ആയിക്കോട്ടെ, അവിടെ ഞാൻ സെയിം ഫോഴ്സ് എഫ് കൊടുക്കുന്നു. ഏത് കേസിലാണ് ഈ ഡോറിൽ മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുക മക്കളെ, പറ? പോയിന്റ് എ, എക്സ്ട്രീം എൻഡ് എ, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ടോർക്ക് ഉണ്ടാവുക. കാരണം എന്താണ്? ടോർക്കിന്റെ എക്സ്പ്രഷൻ നോക്ക്, ഫോഴ്സ് രണ്ടിടത്തും സെയിം ആണ്, പക്ഷെ ടോർക്കിന്റെ എക്സ്പ്രഷൻ നോക്കുക. ടോർക്കിന്റെ എക്സ്പ്രഷനിൽ ആറും ഉണ്ട്, എഫ് ഉണ്ട് അല്ലെ. 6 കൂടിയാൽ ടോർക്ക് കൂടും. നിങ്ങൾക്ക് എഫ് കൂട്ടാതെ 6 മാത്രം കൂട്ടി എന്ത് കൂട്ടാം? ടോർക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഡോറിന്റെ ഒക്കെ ഹാൻഡിൽ അതിന്റെ ആക്സിസ് എക്സ്ട്രീം എൻഡിൽ പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ടോർക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഏതാണോ അവിടെ നിന്നും പരമാവധി അകലത്തിൽ നിങ്ങൾ എന്ത് കൊടുക്കാൻ ശ്രമിക്കുക? ഫോഴ്സ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്യും എന്നുള്ള മീനിങ് ആണ്. എവറിബഡി ഗോട്ട് ദ കോൺസെപ്റ്റ്? ഓക്കെ, നൗ ലിസൺ, സം സ്പെഷ്യൽ കേസസ് ആർ ദർ. സോ ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് നമ്മുടെ ഇക്വേഷനിലെ മക്കളെ ശ്രദ്ധിക്കടാ. കേസ് 1 ഇഫ് തീറ്റ is equal to 0 degree. തീറ്റ 0 ഡിഗ്രി പറഞ്ഞാൽ എന്താ മക്കളെ ശ്രദ്ധിക്കുക? തീറ്റ 0 ആവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കടാ, ആറും എഫും തമ്മിലുള്ള ആംഗിൾ 0 ആവുക. ഒന്ന് ആലോചിച്ച് നോക്ക്, ആറും എഫും തമ്മിലുള്ള ആംഗിൾ എങ്ങനെ 0 ആവുക? ശ്രദ്ധിക്കുക, ഇതല്ലേ ആർ വെക്ടർ, ഇതല്ലേ ആർ വെക്ടർ, ഇതല്ലേ ഈ കേസിൽ ആർ വെക്ടർ ആണ്. ആർ വെക്ടർ ഇങ്ങനെയാണ്. ഫോഴ്സ് ഇങ്ങനെയുള്ള ഫോഴ്സ് ഇങ്ങനെ ആയാൽ പോരെ? അപ്പൊ ആറും എഫും എന്തായി? ഒരേ ഡയറക്ഷനിലായി. അപ്പൊ അവർ തമ്മിലുള്ള ആംഗിൾ എന്തായി? 0 ആയി. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ആർ വെക്ടർ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതായത് ആർ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഡോർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ആക്സിസ് ഓഫ് റൊട്ടേഷനും ആണെങ്കിൽ ഇതാണ് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എങ്കിൽ ഇതാണ് ആർ വെക്ടർ ഉണ്ടാവുക അല്ലെ, ഇതാണ് ആർ വെക്ടർ ഉണ്ടാവുക അല്ലെ. ഇവിടുന്ന് ഫോഴ്സ് നിങ്ങൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായല്ലോ? ഫോഴ്സ് കൊടുത്ത എങ്ങനെ മനസ്സിലായല്ലോ? അങ്ങനെ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഫോഴ്സ് വെക്ടറും ആർ വെക്ടറും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 0 ആണ്. അതുകൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് 0 ആണ്. നിങ്ങൾ ഡോറിൽ പോയിട്ട്, ഇതിപ്പോ ഡോർ ആണെങ്കിൽ ആ ഡോറുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാൽ ഡോർ തുറക്കുവോ? ഇല്ല. കാരണം അവിടെ എന്തുണ്ടാവുന്നില്ല? ടോർക്ക് ഉണ്ടാവുന്നില്ല. അതിന്റെ കാരണം എന്താ? ഫോഴ്സ് ഇല്ലേറ്റ് ആണോ? അല്ല. ആർ ഇല്ലേറ്റ് ആണോ? അല്ല. എന്ത് ഇല്ലേറ്റ് ആണ്? തീറ്റ ഇല്ലേറ്റ് ആണ്. അപ്പൊ തീറ്റയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. തീറ്റ 0 ആണെങ്കിൽ ടോർക്ക് എന്താ മക്കളെ? പറ. തീറ്റ 0 ആയാൽ സൈൻ 0 എന്ത് വരും മക്കളെ? 0 വരും. സോ ടോ ഈസ് ഈക്വൽ ടു ആർ ഓഫ് സൈൻ തീറ്റയാണ്. ആർ ഓഫ് സൈൻ തീറ്റ എന്നുള്ളത് ആർ ഓഫ് സൈൻ 0 വരും. സൈൻ 0 ആയതുകൊണ്ട് ടോർക്ക് എന്താവൂടാ? 0 ആകും. നൗ കേസ് 2 പറയുകയാണെങ്കിൽ മക്കളെ പഠിക്കുക. വാട്ട് ഈസ് കേസ് 2? കേസ് 2ന്റെ കേസ് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ 180 ആവുക എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സും ആറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുക അല്ലെ. സോ ലിസൺ, ഇത് ആക്സിസ്, ഇത് ഡോറാന്ന് വിചാരിച്ചോ. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഫോഴ്സ് ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കുക. ഫോഴ്സ് ഇങ്ങനെ ഡോറിനെ അങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ആർ വെക്ടർ ഇങ്ങോട്ടേക്കല്ല എന്തായാലും ഉണ്ടാവുള്ളൂ. സോ അവർ തമ്മിൽ എന്താ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ എന്താ? അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ആണ്. ആ കേസിൽ what is sin 180? that is 0. so from torque എന്താ? r into f into sin 180. r of sin 180 0 ആയതുകൊണ്ട് ടോർക്ക് എന്തായടാ? 0 ആയി. all of you clear? set. okay, now listen, ശ്രദ്ധിക്കടാ. ഇനി തീറ്റ കേസ് 3 തീറ്റ, if theta 90 degree then what becomes ടോ എന്താ? അങ്ങനെ എന്താ? ശരിക്കും എന്താ മീനിങ്? എന്താ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇത് നമ്മളുടെ ഡോർ, ഇത് ആക്സിസ്. ഇവിടെയാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെ? ഫോഴ്സ് ഇങ്ങനെ. ഓക്കെ, നേരെ ശരിക്കും നമ്മൾ ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഉള്ളിലേക്കാണ്. വരക്കുമ്പോൾ ഇങ്ങനെ കഴിയുള്ളൂ അല്ലെ. സോ ലിസൺ, ഇതല്ലേ ആർ വെക്ടർ, ഇതാണ് ആർ വെക്ടർ, ഇത് ഫോഴ്സ് വെക്ടർ. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ മക്കളെ സ്വാഭാവികമായിട്ടും എത്രയാണ്? 90 അല്ലേ? ആണ്. ഈ കേസിൽ ഡോർ തുറക്കാറില്ലേ? ഉണ്ട്. അതുകൊണ്ട് മക്കൾ പഠിച്ചു വെച്ചോ, സൈൻ 90 എന്താ മക്കളെ വരല്? സൈൻ 90 എന്താ മക്കളെ വരല്? സൈൻ 90 1 ആണ്. So what is torque? Torque becomes എന്താണ്? R into F into sin 90. That is equal to RF into 1. That is RF. All of you clear?